ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി എപ്പോഴും സംഘർഷഭരിതമായി മാറാറുണ്ട്. പക്ഷേ ശാന്തമായി പോകുന്ന ചില അതിർത്തികൾ നമുക്കുണ്ട്, പ്രത്യേകിച്ച് രാജസ്ഥാൻ പാകിസ്ഥാനുമായി ചേരുന്ന ഇടങ്ങൾ. പക്ഷേ ഈ അടുത്ത കാലത്തായി അവിടെ നിന്ന് ഡ്രോൺ വഴിയുള്ള മയക്കുമരുന്ന് കടത്തുകളും മറ്റും വ്യാപകമായി നടക്കുന്നുമുണ്ട്. ഇപ്പോഴിതാ ജൂലൈ മാസത്തിൽ അതിർത്തി കടന്നെത്തിയ ഒരുപറ്റം ആടുകളാണ് ഇപ്പോൾ BSFന് തലവേദന സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് അതിർത്തി വേലി കടന്ന് പാകിസ്ഥാനിൽ നിന്ന് 300ഓളം ആടുകളാണ് ഇന്ത്യൻ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് എത്തിയത്. ഇവയെ തിരിച്ചെടുക്കണമെന്ന് പാകിസ്ഥാൻ റേഞ്ചേഴ്സുമായി, അതായത് പാകിസ്ഥാൻ്റെ അതിർത്തിയാക്കുന്ന സേനയുടെ പേരാണ് പാകിസ്ഥാൻ റേഞ്ചേഴ്സ്, ഇവരോടത്ത് പലവട്ടം ഇത് ആവശ്യപ്പെടുകയുണ്ടായി, ഈ ആടുകളെ തിരിച്ചെടുക്കണം. പക്ഷേ അവർ അത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. അതിനുശേഷം ഈ ആടുകളെ എന്ത് ചെയ്യണം എന്നറിയില്ല. കാരണം ഒരുപക്ഷെ അവിടെ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടാൽ ഇത് തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് ഇതിനെ എങ്ങനെ സംരക്ഷിക്കുമെന്നറിയില്ല. നിലവിൽ ഈ ആടുകളെ ഗ്രാമീണരാണ് നോക്കുന്നത്. ഒപ്പം തന്നെ ഈ അതിർത്തിയിൽ ആടുകളെ മറ്റും മേയ്ക്കരുത് എന്നൊരു നിയമം നിലവിലുണ്ട്. ഇത് പാകിസ്ഥാൻ സൈന്യത്തിനോട് പലവട്ടം ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയാണ് ഈ അതിർത്തികളിൽ ഈ ആടുമേയ്ക്കലും മറ്റുമൊക്കെ നിർത്തിവെക്കണമെന്ന്. പക്ഷേ ആടുകൾക്ക് ഈ നിയമം അറിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല, അതിർത്തി കടന്ന് ആടുകൾ ഇന്ത്യയിൽ എത്തുകയായിരുന്നു. ഏതായാലും ഈ ആടുകളെ തിരിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇനി ഭാവിയിൽ ഇത്തരത്തിൽ ആടുകളോ മറ്റു വസ്തുക്കളോ കടന്നു വന്നാൽ അവയെ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച് ആ ഒരു ഗണത്തിലേക്ക് പെടുത്തുമെന്ന് സൈന്യം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.